ഇത് നമ്മൾ 100 രൂപയ്ക്ക് വിൽക്കുന്ന അബി, 100 രൂപയ്ക്ക് വിൽക്കുന്ന അബി ഏകദേശം ഒരടിയുള്ള പ്ലാന്റ് ആണ്. നമ്മളിപ്പോ 100 രൂപയ്ക്ക് വിൽക്കുന്ന നല്ല ആരോഗ്യമുള്ള തൈയാണ്. അതിൽ നമ്മൾ N18 ഉണ്ട്. ഇത് കിങ് ആണ്. ഇത് നമ്മൾ 1000 രൂപയ്ക്ക് വിൽക്കുന്ന കിങ് റംബുട്ടാണ്. ഏകദേശം എന്നെക്കാളും വലിപ്പമുള്ള, അടുത്ത വർഷം ഫ്ലവർ ചെയ്യാൻ സാധ്യതയുള്ള കിങ് ആണ്. തായ്ലൻഡ് വെറൈറ്റി ആണ്. നമ്മുടെ കേരളത്തിന്റെ ബഡാണ്. കേരള ബഡ്. അപ്പൊ അത് ബഡ് പ്ലാന്റ് ആണ്. നല്ല ഒരു കടവണ്ണ ഒരു ബഡ് പ്ലാന്റ് ആണ്. ഓക്കെ, കടവണ്ണ നന്നായിട്ടാണെങ്കിലും ഡൗട്ട്. അപ്പൊ നമ്മൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഫ്ലവർ ആയിട്ട് പ്ലാന്റ് ഉണ്ടായിരുന്നു. കസ്റ്റമേഴ്സ് ഒക്കെ ഫ്ലവർ ആയത് കൊണ്ടുപോയിട്ടുണ്ട്. മട്ടോവ ഫ്രൂട്ടാണ്. മട്ടോവ പറഞ്ഞിട്ട് നല്ലൊരു ഫ്രൂട്ടാണ്. മട്ടോവയിൽ ഒരു 5-6 വെറൈറ്റി ഉണ്ട്. സോഫ്റ്റ് സ്കിൻ, യെല്ലോ, ഗ്രീൻ ജംബോ, അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ഇത് മട്ടോവ പർപ്പിൾ ആണ്. മട്ടോവ പർപ്പിൾ പറഞ്ഞിട്ട് ഇത് ഒരു 3000 രൂപയാണ്. ഇപ്പൊ 2500 രൂപയ്ക്ക് ഫൈനൽ തരാണ്. തോട്ടുങ്ങൽ തൃത്താല ബ്രാഞ്ചിലാട്ടാ ഇത്. എല്ലാവർക്കും കൃഷിഭൂമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഇന്ന് പാലക്കാടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ പാലക്കാടുള്ള ഒരു അടിപൊളി നഴ്സറി നമ്മൾ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നഴ്സറിയുടെ നെയിം നിങ്ങൾ അവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. തോട്ടുങ്ങൽ അഗ്രി ബസാർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു നഴ്സറിയുടെ നെയിമാണെങ്കിൽ വരുന്നത്. മേഴത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വരുന്നത്. ഇതാണെങ്കിൽ തൃത്താലയ്ക്ക് അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ചേട്ടനാണെങ്കിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടനിലോട്ട് പോയിട്ടാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളാണെങ്കിൽ നോക്കാം. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒരു കാര്യം കൂടി നമ്മൾ എടുത്ത് പറയാണ്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻസുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ ഒരു നമ്പറാണ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനകത്തേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പോയിട്ടാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളാണ് നോക്കാം. അപ്പോൾ ഈ ചാനലിലോട്ട് പോയിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ നഴ്സറിയിലെ ചേട്ടനോടെ നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഓണർ ചേട്ടൻ തന്നെയാണ് അല്ലേ? അതെ അതെ. അപ്പോൾ ചേട്ടൻ്റെ പേരൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് അബ്ദുൽ സലാം. തോട്ടുങ്ങൽ അഗ്രി ബസാർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. തോട്ടുങ്ങൽ എക്സോട്ടിക് എന്നാണ് പേരിട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അഗ്രി ബസാർ എന്ന് വെച്ചാൽ എല്ലാ സാധനവും ഉൾക്കൊള്ളിക്കാന്ന്. പക്ഷെ അതൊരു ഗ്രാമമായതുകൊണ്ട് എക്സോട്ടിക് ഫ്രൂട്ട്സ് മാത്രം ആക്കിയിട്ട് അങ്ങനെ ഒരു സെക്ഷൻ ആക്കി. ഫ്രൂട്ട് പ്ലാന്റ്സ് ഞങ്ങൾക്കൊരു 3 നഴ്സറി ഉണ്ട്. ഒന്ന് ചമ്രോട്ടത്തൊന്ന്, പിന്നെ നമ്മുടെ പഴയ നഴ്സറി തൃക്കണാപുരം ഉണ്ട്, MES എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്ത്. ഇതും പഴയതാണ്. ഇതൊരു 3 ചില്ല ഏക്കറയിൽ എല്ലാ വിദേശ ഫലവൃക്ഷ തൈകളും വലുതും ചെറുതും എല്ലാ അളവിലും വരുന്നുണ്ട്. നമ്മള് മെയിൻ ആയിട്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് അല്ലെ? പാലക്കാട് ജില്ലയുടെ അതിർത്തി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ തൃശ്ശൂർ അല്ല കുന്നംകുളത്തിന് ഒരു 10-15 കിലോമീറ്ററേ ഉള്ളൂ. പെരുമ്പിലാവുന്ന പാലക്കാട് ഡിസ്ട്രിക്റ്റാ. പെരുമ്പിലാവുന്ന 11 കിലോമീറ്റർ ആണ് ഇങ്ങോട്ട്. എടപ്പാളിന്നും ഏകദേശം 16 കിലോമീറ്റർ ആണ്. കുറ്റിപ്പുറത്ത് ആകെ 20 കിലോമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യട്ടാ, നമുക്ക് ഗൂഗിൾ മാപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനകത്താണെങ്കിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ, കൂടുതൽ കാര്യങ്ങളിലോട്ട് പോകാം. അപ്പൊ നമ്മള് അബിയുവിന്റെ പ്ലാന്റ്സുകൾ, അപ്പൊ അബിയുവിന്റെ പ്ലാന്റ്സിലോട്ടാണെങ്കിൽ വന്നിട്ടുണ്ട്. അപ്പൊ ചേട്ടന്റെ ഏറ്റവും ചെറിയ തോതിൽ ചെയ്യണ പ്ലാന്റ് അല്ലെ? ഇത് നമ്മൾ 100 രൂപയ്ക്ക് വിൽക്കുന്ന 100 രൂപയ്ക്ക് വിൽക്കുന്ന അബി ഏകദേശം ഒരടിയുള്ള പ്ലാന്റ് ആണ്. നമ്മളിപ്പോ 100 രൂപയ്ക്ക് വിൽക്കുന്ന നല്ല ആരോഗ്യമുള്ള തൈയാണ്, സ്ട്രോങ് തൈയാണ്. ഇതിപ്പോ നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ അടുത്ത് മോളിക്കുലർ, ടിക്കാന, ഗൈൻഡ്, E4, Z4 മാർക്കറ്റിൽ ഏതൊക്കെ അബി ലഭ്യമാണോ അതൊക്കെ ഉണ്ട്. അതിന്റെ ചെറുതും വലുതുമായ തൈകൾ, കായ്ച്ച മരമാണെങ്കിൽ അത് വേണമെന്നുണ്ട്, കായ്ക്കാറായത് വേണമെന്നുണ്ട്, അടുത്ത വർഷം കായ്ക്കുന്ന രീതിയിലുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ അടുത്ത് അബി പ്ലാന്റ് ലഭ്യമാണ്. അപ്പോൾ കാണാം. വെറൈറ്റീസ് ചോദിക്കുന്ന ആൾക്കാർക്ക് എല്ലാ വെറൈറ്റികളും. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് അല്ലേ, മിൽക്ക് ഫ്രൂട്ടിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റുകൾ കുറച്ച് നമുക്ക് നോക്കാം. അത്യാവശ്യം ഗ്രോത്ത് ആയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ്. പർപ്പിളാണ്. ഏകദേശം നമ്മളിപ്പോൾ 600 രൂപയ്ക്ക് വിൽക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഈ പൊക്കമുള്ള പ്ലാന്റുകളെല്ലാം 600 രൂപയാണ്. നല്ല റേഞ്ചിലാണ് വിൽക്കുന്നത്. നല്ല അപ്രോച്ച് ഗ്രാഫ്റ്റ്, നല്ല ചെടിയാണ്, ആരോഗ്യമുള്ള ജീവനുള്ള ചെടിയാണ്. 2 വർഷം കൂടി കഴിയും. ഏകദേശം ഒരു 2 years ആണെങ്കിൽ വരും. ഇത്രയും വലുപ്പമാണെങ്കിൽ വരുന്നുണ്ട് അല്ലേ? ഏകദേശം ഇത്ര വലുപ്പം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്തൊരു പ്ലാന്റിലോട്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് നോക്കാം. റോളീനി അല്ലേ? ഓക്കെ. ഇതൊരു 3 വർഷം കൊണ്ട് കായ്ക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണ്. വിദേശത്ത് വന്ന വലിയൊരു ഫ്രൂട്ടിൽ ഇപ്പം മാർക്കറ്റിൽ ലഭ്യമല്ല ഫ്രൂട്ട്, പക്ഷെ വീടുകളിൽ വിളയുന്നുണ്ട്. ഇത് ഒരു സമയത്ത് നല്ല വിലയായിരുന്നു. ഇപ്പം നമ്മളിത് 200 രൂപയ്ക്ക് വിൽക്കുന്ന റോളീനിയ പ്ലാന്റ് ആണ്. ഈ 100 രൂപയ്ക്ക് വേണം. ഇതിന്റെ ചെറുതും സ്റ്റോക്ക് ഉണ്ട്. വരുന്നുണ്ട്. അതെ. ഇനി അതിന്റെ വലുത് വേണം 500 രൂപയ്ക്ക്. അതായത് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും റോളീനിയ പ്ലാന്റ് നമ്മുടെ സ്റ്റോക്ക്. ഓക്കെ. ഇത്രയും റേറ്റിംഗ് ആണ് വരുന്നത് അല്ലേ? നമ്മള് അടുത്ത പ്ലാന്റ് വന്നിട്ടുണ്ട്. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് ഊത് അല്ലെ? അഗർവുഡ്, അതായത് ഊത്. ഇത് ഊതിന്റെ ചെറിയ തൈകൾ മുതൽ വലിയ തൈകൾ നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് നിലവിൽ. ഇത് നമ്മൾ 300 രൂപയ്ക്ക് വിൽക്കുന്ന പ്ലാന്റ് ആണ്. ഇത് നമ്മൾ 250 രൂപയ്ക്ക് ഓഫർ വെച്ച് കൊടുക്കും.
ഇനി ഇതിന്റെ ചെറിയ തൈ വേണം 100 രൂപയുടെ ഉണ്ട്. അതിന്റെ കൂടെ നിങ്ങൾക്ക് 50 രൂപയുടെ തൈ വേണമെങ്കിൽ അതും സ്റ്റോക്ക് ഉണ്ട്. ഏത് ടൈപ്പിൽ ഏത് വലിപ്പത്തിൽ, ഇനി ഒത്തിരി വലുത് വേണോ അതും സ്റ്റോക്ക് ഉണ്ട്. ഏത് വലിപ്പത്തിലുള്ള തൈകളും അഗറുണ്ട്. അതായത് ഏത് രീതിയിലുള്ള കസ്റ്റമർ വന്നാലും അവർക്ക് കൊടുക്കാൻ കഴിയും. ഇനിയിപ്പോ ചേട്ടൻ ഒരു വെരിഗേറ്റഡ് അല്ലെ, ഇതിന്റെ ഇലകളൊക്കെ കാണുമ്പോൾ വെരിഗേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊന്നും നോക്കാം, അതിന് മുകളിൽ വെരിഗേറ്റഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനോടൊന്ന് നോക്കാം. ഇത് വെരിഗേറ്റഡ് മാംഗോ ആണ്. ഇത് 2500 രൂപയാണ് ഇതിന്റെ റേറ്റ്. നമ്മൾ ഓഫർ നൽകി 2000 രൂപയ്ക്ക് കൊടുക്കാവുന്ന, ഇത് എല്ലായിടത്തും ലഭ്യമല്ല ഈ സൈസ്, അപൂർവമായിട്ടുള്ള കളക്ഷനിലാണ് ഇത് കൊടുക്കുന്നത്. 2000 രൂപയ്ക്ക് കൊടുക്കാവുന്ന വെരിഗേറ്റഡ് മാംഗോ. ഇത് ഏത് ടൈപ്പാണെന്ന് അറിയോ? ഇല്ല, ഇത് കാണാതെ ഞാൻ പറയില്ല. എന്തെങ്കിലും അറിഞ്ഞെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് പറയുള്ളൂ. ഇതിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയില്ല. മാവിന്റെ ബഡ് തൈ മാത്രം നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളൂ. അപ്പൊ ആളുകൾക്കാണെങ്കിൽ വെരിഗേറ്റഡ് എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ അതായത് ആയി വരുന്നുള്ളൂ അല്ലെ. ഇത് നമ്മുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി ഫ്രൂട്ടുകളുണ്ട്. അതിന് വേണ്ടിയിട്ട് ദൂരന്നൊക്കെ ആളുകൾ വരാറ്. ഇത് സിറിക്കോട്ട് എന്ന് പറഞ്ഞ ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇതിന് ചെറിയ തൈകൾ നമ്മൾ വിൽക്കുന്നത് 500 രൂപ, 1000 രൂപ. ഇത് 2000 രൂപയുടെ പ്ലാന്റ്. 2500 രൂപ വില ഇട്ടുണ്ട് 2000 രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ് ആണ്. ഇത് ഗോഗയാണ്. ഇത് നമ്മൾ 1000 രൂപയ്ക്ക് കൊടുക്കുന്ന ഗോഗോ പ്ലാന്റ് ആണ്. ഗോഗോ അതുപോലെ ഡിഫറെന്റ് ടൈപ്പ് ഒത്തിരി നമ്മുടെ അടുത്തുണ്ട്. ഇതിപ്പോ ഇതിന്റെ നമ്മളെ പേര് പറഞ്ഞു യുജീനിയ കാൽസിനിയ. ഇതാണ് യുജീനിയ കാൽസിനിയ. ഇത് യുജീനിയ ഒബ്സർവ. അങ്ങനെ പല ഐറ്റം ഉണ്ട്. ഇത് 1000 രൂപയുടെ പ്ലാന്റ് ആണ്. ഇതൊക്കെ ഫ്രൂട്ടുകളാണ്. ഒക്കെ ഫ്രൂട്ടുകളാണ്. യുജീനിയ ഫ്ലോറിഡ, യുജീനിയ കാൽസിനിയ, യുജീനിയ ഒബ്സർവ. അങ്ങനെ നിങ്ങൾ മാർക്കറ്റിൽ കാണാത്ത ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് ലഭിക്കും. ഇത് 1000 രൂപയുടെ പ്ലാന്റ്. ഫ്രൂട്ടാണ് അല്ലേ? എല്ലാം ഫ്രൂട്ടാണ്. എങ്ങനത്തെ ടൈപ്പ്? വളരെ ചെറുതാണ്. നല്ല മധുരമുള്ള പ്ലാന്റ്. ഇത് ഹോം ഗ്രോന്റെ ഒരു വെറൈറ്റി ഫ്രൂട്ടാണ്. ഇത് പെടലായി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. പെടലായി ഇത് നമ്മൾ വിൽക്കുന്നത് 1500 രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ് ആണ്. ഫ്രൂട്ട് എങ്ങനെയാണ് വരുന്നത്? ഫ്രൂട്ട് നമ്മുടെ ചക്കയുടെ ഫാമിലി മറ്റേ നമ്മുടെ ഇതില് ജസ്റ്റ് ഒന്ന് സൂം ചെയ്താ കാണാട്ടാ. പെടലായി എന്ന് പറഞ്ഞത് വെറൈറ്റി സംഭവമാണ് അല്ലെ. ഇതുപോലെ ഇരിക്കും ഏകദേശം അല്ലെ. ഓക്കെ, ഇത് എങ്കക്കാല. ഇതിന്റെ ചെറിയ പ്ലാന്റ് നമുക്ക് ചെറിയ വിലക്ക് കിട്ടും. 500 രൂപ, 400 രൂപയ്ക്കൊക്കെ ഉണ്ട്, 500 രൂപയ്ക്കുണ്ട്. ഇത് ഇച്ചിരി വലിയ പ്ലാന്റ് 1500 രൂപ. നമുക്കൊരു 1000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് എന്ത് ടൈപ്പ് പ്ലാന്റ് ആണ്? അത് ഫ്രൂട്ട്സ് തന്നെയാണ്. വെറൈറ്റി ഫ്രൂട്ട്സ് വേണ്ടവര് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതായത് നമ്മൾ ഇപ്പോ അധികം കേട്ട് പരിചയമില്ലാത്ത റയർ കേസാണ്, റയർ പ്രൊഡക്ട്സ്. ഇത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ, കണ്ടിന്യൂ ചെയ്യാം. മമ്മൂട്ടിപ്പഴം എന്ന് പറയും. അതായത് മമ്മൂട്ടി കഴിച്ചുകൊണ്ട് അങ്ങനെ ചില ആളുകൾ പറയുന്നത് അർസാബ് പോയി. ഇത് ജ്യൂസിന് നല്ലതാണ്. പിന്നെ മറ്റുള്ള ജ്യൂസുകളിൽ ഫ്ലേവറായിട്ട് മധുരം അല്ലെങ്കിൽ അതിന്റെ മണം സ്മെല്ലൊക്കെ മാറ്റാൻ വേണ്ടി വളരെ നല്ല സംഭവമാണ്. ഇത് നമ്മൾ കാഴ്ചത് ഇവിടെ ഉണ്ട്. ഈ പ്ലാന്റ് ഒക്കെ 400 രൂപയുടെ വലിയ പ്ലാന്റ്. ഒരു ടൈമില് മമ്മൂട്ടിയാണെങ്കിൽ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ പ്രചാരണമാണെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മമ്മൂട്ടി പഴം എന്നുള്ള രീതിയിൽ അതാ പേര് വന്നത് അതുകൊണ്ടാണ്. അടുത്ത വർഷം കായ്ക്കാൻ സാധ്യതയുള്ള റെഡ് ഹൈബ്രിഡ് 3000 രൂപ. നമ്മുടെ ജബോട്ടിക്ക റെഡ് ഹൈബ്രിഡ് അടുത്ത വർഷം കായ്ക്കും. നല്ല മധുരമുള്ളതാണ്. 3 വർഷം കൊണ്ട് കായ്ക്കുന്ന, ഏകദേശം 2.5 വർഷം കഴിഞ്ഞ 2.25 വർഷമായ റെഡ് ഹൈബ്രിഡിന്റെ തൈകൾ ഏകദേശം 3 അടി 3.5 അടി 4 അടിയോളം പൊക്കമുള്ള ഒരു 3000 റുപ്പീസൊക്കെയാണ് വരുന്നത് അല്ലേ. അതെ, അത്യാവശ്യം നല്ല ലീഫും കടവണ്ണും നല്ല സൈസ് ആയുള്ള ചെടിയാണ്. ഓക്കെ. അപ്പൊ ഇത് പിന്നെ ജബട്ടിക്കാബയുടെ ഒരുപാട് വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട്. ജബട്ടിക്കാബ, സബാറ, റെഡ് ഹൈബ്രിഡ്, പ്രിക്കോഷ്യ, എസ്കാർലറ്റ്. ഇതിൽ സബാറയാണ്. ഇത് വെയിറ്റിംഗിലാണ്. ചില പ്ലാന്റൊക്കെ പൂത്തു കാ വന്നു, അത് ആളുകൾ എടുത്തോണ്ട് പോയി. അപ്പൊ ഇതൊക്കെ പൂവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സബാറ വലിയ പ്ലാന്റ്. ഏകദേശം എത്ര കൊല്ലായി? ഇതിപ്പോ 6-7 കൊല്ലമായതാണ്. 7-8 കൊല്ലം കൊണ്ടാണ് സബാറ സാധാരണ കായ്ക്കാറ്. എസ്കാർലറ്റും റെഡ് ഹൈബ്രിഡും പ്രിക്കോഷ്യം 3-ാം വർഷം കായ്ക്കും. ഇത് 4000 രൂപയുടെ പ്ലാന്റ് ആണ്. അതായത് ഈ വർഷം കായ്ക്കുന്ന ഉറപ്പുള്ള പ്ലാന്റ് ആണ്. റെഡ് ഹൈബ്രിഡ്. ഇത് 3000 രൂപയുടെ പ്ലാന്റ് ആണ്. ഇതല്ല, 3000-ൽപ്പെട്ട നല്ല പ്ലാന്റുകളാണ്. ഇരിക്കുന്നൊക്കെ റെഡ് ഹൈബ്രിഡ്. നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് റെഡ് ഹൈബ്രിഡ്. സബാറ ആ ഭാഗത്തൊക്കെ നിൽക്കുന്ന റെഡ് ഹൈബ്രിഡ് ഇതാ കണ്ടമാണ്. ഇത് ഗ്രാഫ്റ്റ് റെഡ് ഹൈബ്രിഡാണ്. ഇത് നമ്മൾ 2500 രൂപയ്ക്ക് കൊടുക്കുന്ന റെഡ് ഹൈബ്രിഡാണ്. ഇത് ചിലതൊക്കെ ഫ്ലവർ ആയത് ആളുകൾ എടുത്തുകൊണ്ട് ഇനി വീണ്ടും ഇപ്പൊ വെയിലായ ഇനി ഫ്ലവർ ആവും. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും ഫ്ലവർ. ഇനി ഫ്ലവർ ആയത് നമുക്ക് അവിടെ ഉണ്ട്, കാണിക്കാം. ഇത് എസ്കാർലറ്റ്. നമ്മുടെ റെഡ് ഹൈബ്രിഡും എസ്കാർലറ്റും ആണ് പ്രിക്കോഷ്യയാണ് വേഗത്തിൽ കായ്ക്കുന്നത്.
അപ്പോൾ 3 വർഷത്തും കൂടി കായ്ക്കുന്നു. ഇത് വലിയ പ്ലാന്റ്, ഏകദേശം 5 വർഷം 6 വർഷം ഇപ്പം എന്നെക്കാട്ടിലും പൊക്കമുള്ള വലിയ പ്ലാന്റ്. വലിയ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് നമുക്കിത് കൊടുക്കാം. അല്ല ഒരാൾക്ക് ചെറിയ പ്ലാന്റ് വേണമെങ്കിൽ ചെറിയ പ്ലാന്റും നമ്മുടെ അടുത്ത് ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. അതായത് 250 രൂപ മുതൽ പ്ലാന്റ് നമ്മളിവിടെ ആരംഭിക്കുന്നുണ്ട്. 250 രൂപയുടെ പ്ലാന്റ് കൊണ്ട് 2-2.5-3 വർഷം കൊണ്ട് കായ്ക്കും. ഈ പ്ലാന്റ് ആണെങ്കിൽ ഓൾറെഡി 4-3-2 വർഷമായി കായ്ച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ വലിയ പ്ലാന്റ് വേണമെങ്കിൽ അത് എടുക്കാം. അല്ല 250 രൂപ ഉണ്ട്, 500 രൂപ ഉണ്ട്, 1000 രൂപ ഉണ്ട്, 1500 രൂപ ഉണ്ട്. ഏത് റേഞ്ചിലുള്ള പ്ലാന്റ് വേണമെങ്കിലും അവൈലബിൾ ആണ്. ഇപ്പൊ ഇതിനൊക്കെ കാഴ്ചതാണ് കേട്ടോ. ഇത് ഫ്ലവർ ചെയ്താണ്. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മനസ്സിലാവും. ഒന്ന് കുറഞ്ഞതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. കാ പിടിച്ച് നിൽക്കുന്നു. ഇതിന്റെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാലേ, ഇവിടെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കായാണെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലവറിങ് ആയതാണ്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ടാണ് ഫ്ലവർ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിനൊക്കെയാണെങ്കിൽ ഓൾമോസ്റ്റ് ഉണ്ട്. എന്നാലും വേനൽക്കാലം ആണെങ്കിൽ സീസൺ വന്നുകൊണ്ടേ ഇരിക്കുക. പുതിയ പൂ വരും, കായ പിടിക്കും, പിന്നെയും കായ വരും, പൂ പിടിക്കും. ഒരു സീസൺ ഇല്ല, എപ്പോഴും ഇങ്ങനെ വന്നു. ഇപ്പൊ ഈ മഴക്കാലമായിട്ട് പോലും ഇതാ പുതിയ പഴം വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്ലാന്റുകൾ കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം ഞാൻ ഒത്തിരി കാ പറിച്ചതാണ്. ഇവിടെ വരുന്നവർക്കൊക്കെ ഞാൻ ഇന്ന് പഴം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇപ്പൊ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലവർ ആയി വരുന്നേ ഉള്ളൂ. ഫ്ലവർ ഉണ്ടോ നോക്കാം. നമുക്ക് അടച്ചു പിടിച്ച മഴ ആയതുകൊണ്ട് ഫ്ലവർ കാണാത്ത. ഇന്നത്തെ മഴ മാറിയ സ്ഥിതിക്ക് ഇനി ഫ്ലവർ ഇതിലൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. ഏകദേശം വലിയ പ്ലാന്റുകളാണ്, 10 അടിയൊക്കെ പൊക്കമുള്ള വലിയ പ്ലാന്റുകളാണ്. 2 വർഷമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് പഴം പറിച്ചുകൊണ്ടിരിക്കുന്ന മദർ പ്ലാന്റുകളായി വെച്ചതാണ്. ഇനി ആവശ്യക്കാർ വരികയാണെങ്കിൽ മദർ പ്ലാന്റും കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് 100 രൂപ മുതൽ മേലോട്ട് 500 രൂപ 1000 രൂപയുടെ അബിയുണ്ട്. ഇനിയും നമുക്ക് അബിയു കാണാം. ഇത് റംബുട്ടാൻ നമ്മുടെ അടുത്ത് ഇപ്പോൾ 250 രൂപ മുതൽ റംബുട്ടാൻ സ്റ്റോക്ക് ഉണ്ട്. നമ്മുടെ ഏകദേശം 8000 വരെ. വലിപ്പത്തിനനുസരിച്ചുള്ള വില വ്യത്യാസമാണ്. അതിൽ നമ്മൾ N18 ഉണ്ട്. ഇത് കിങ് ആണ്. ഇത് നമ്മൾ 1000 രൂപയ്ക്ക് വിൽക്കുന്ന കിങ് റംബുട്ടാൻ. ഏകദേശം എന്നെക്കാട്ടിലും വലിപ്പമുള്ള, അടുത്ത വർഷം ഫ്ലവർ ചെയ്യാൻ സാധ്യതയുള്ള കിങ് ആണ്. അപ്പൊ നമ്മുടെ അടുത്ത് റംബുട്ടാൻ എത്ര ഐറ്റം ഉണ്ട് വെച്ചാൽ റംബുട്ടാൻ കിങ്, റംബുട്ടാൻ N18, റംബുട്ടാൻ മൽവാന, മഹർലിക്ക, ബെഞ്ചോയ്, റോങ്ഗ്രിയാൻ, മൗർഗാഡിങ്, സീസർ, KG10 അങ്ങനെ ഏകദേശം 15ഓളം ഐറ്റം റംബുട്ടാൻ നിലവിൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അതിന്റെ ചെറിയ പ്ലാന്റ് മുതൽ വലിയ പ്ലാന്റുകളടക്കം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ആവശ്യക്കാർക്ക് അവർക്ക് ഉതകുന്ന റേഞ്ചിൽ. ഇതിപ്പോൾ ഒരാൾക്ക് 250 രൂപയുടെ വാങ്ങിക്കാൻ കഴിഞ്ഞാൽ അത് വാങ്ങിക്കാം. അല്ല ഒരാൾക്ക് കായ്ച്ചത് വേണോ, അത് 4000, 3000, 1500, 2000, 8000 രൂപ പല റേഞ്ചിലൂടെ ഉണ്ട്. വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾ വില മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോ മാവിന്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ചേട്ടാ ഈ മാവുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ നമ്മളെ അടുത്ത് മാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ വിദേശ ഐറ്റത്തിൽ ഒരുപാട് മാവുകളുണ്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 115-120 ഐറ്റം മാവുണ്ട് നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക്. അതിൽ ഇത് റെഡ് പാൾമറാണ്. ഇത് അമേരിക്കൻ്റെ ഒരു മാവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് വേഗം കായ്ക്കുന്ന പ്ലാന്റ്. ഇത് ഇത്രയും പൊക്കമുള്ള പ്ലാന്റ് ഇവിടെ 400 രൂപയുള്ളൂ റെഡ് പാൾമർ. ഇനി വേണേൽ നാംഡോക്കുമായി ഉണ്ട്, ഗോലാക്ക് ഉണ്ട്, ഗെയിൻ ഡ്രീം ഉണ്ട്, UN ഉണ്ട്, കീസാ റോഡ് ഉണ്ട്, RT2 ഉണ്ട്, ജംബോ. അങ്ങനെ ഏതൊക്കെ മാവ് വേണോ, ഇനി അൽഫോൻസ, മൽഗോവ, ഇന്ത്യൻ മാവുകൾ, അതെല്ലാം നമുക്ക് നാടൻ മാവുകൾ കല്ലുകെട്ടി, കല്ലുകെട്ടി, പിന്നെ കാലാപ്പാടി, കോട്ടപ്പറമ്പൻ, കൂട്ടൂർക്കോണം, ഒളൂർ, പിന്നെ കുറ്റിയാട്ടൂർ, അങ്ങനെ ഏത് മാവ് ആണെങ്കിലും നമ്മുടെ അടുത്ത് ലഭ്യമാണ്. അത് ചെറിയ പ്ലാന്റ് മുതൽ വലിയ പ്ലാന്റ് വരെ ഏത് സൈസിൽ വേണം ആളുകൾക്ക്. ഒളൂറിപ്പം നമ്മൾ 300 രൂപ മുതൽ മേലോട്ട് വിൽക്കുന്നുണ്ട് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച്. RT2 600 രൂപ മുതൽ മേലോട്ട് വിൽക്കുന്നുണ്ട്. മിയാസാക്കി ഇപ്പം നമ്മൾ 300 രൂപ മുതൽ മേലോട്ട് വിൽക്കുന്നുണ്ട്. അപ്പം പിന്നെ നിങ്ങൾക്ക് 50,000 രൂപയുടെ മാവ് വേണമെങ്കിലും വലിയ മാവ് നമ്മുടെ അടുത്ത് 20,000 രൂപയുടെ മാവും, 50,000 രൂപയുടെ മാവും, 10,000 രൂപയുടെ മാവും, ഇനി 100 രൂപയുടെ മാവും, 50 രൂപയുടെ മാവും ഒക്കെ അവൈലബിൾ ആണ്. അതായത് ഏത് കസ്റ്റമർക്കും ആപ്റ്റായിട്ടുള്ള രീതിയിലുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇവിടുത്തെ സ്റ്റാഫാണ് അല്ലെ? പേരൊന്ന് പരിചയപ്പെടാം. പ്രിയ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു മാവിന്റെ വെറൈറ്റിയിലോട്ടാണ് വന്നിട്ട്. അപ്പൊ ഈ ഒരു മാവിനെ കുറിച്ചാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിക്കുന്നത് തായ്ലൻഡ് വെറൈറ്റിയാണ്. നമ്മുടെ കേരളത്തിന്റെ ബഡ്. അപ്പൊ അത് ബഡ് പ്ലാന്റ് ആണ്. നല്ല ഒരു കടവണ്ണ ഒരു ബഡ് പ്ലാന്റ് ആണ്. ഓക്കെ, കടവണ്ണ നന്നായിട്ടാണെങ്കിലും ഡൗട്ട്. അപ്പൊ നമ്മളിത് നോക്കി കഴിഞ്ഞാൽ ഫ്ലവർ ആയിട്ട് പ്ലാന്റ് ഉണ്ടായിരുന്നു. കസ്റ്റമേഴ്സ് ഒക്കെ ഫ്ലവർ ആയത് കൊണ്ടുപോയി. നമുക്ക് ഈ പ്ലാന്റ് കൊണ്ടുപോയാൽ തന്നെ അടുത്ത വർഷം കായ്ക്കുന്നു. ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു റേഞ്ച് എങ്ങനെ വരുന്നത്? 800 രൂപയ്ക്ക് വിറ്റിട്ടാണ്. ഇപ്പൊ നമ്മള് ഓഫറിൽ 600 ഫൈനൽ കൊടുക്കാം. ഓക്കെ, നല്ല പ്ലാന്റ്, ഒരു ഗ്രോത്തിലോ 4 അടി. അപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കേരളത്തിന്റെ ബഡ്. അപ്പൊ നമ്മളടുത്തൊരു പ്ലാനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്ലാനിനോടൊന്ന് പരിചയപ്പെടാം. മട്ടവ ഫ്രൂട്ടാണ്. മട്ടവ പറഞ്ഞിട്ട് നല്ലൊരു ഫ്രൂട്ടാണ്. മട്ടവയിൽ ഒരു 5-6 വെറൈറ്റി ഉണ്ട്. സോഫ്റ്റ് സ്കിൻ, യെല്ലോ, ഗ്രീൻ ടെമ്പോ, അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ഇത് മട്ടവ പർപ്പിൾ ആണ്. മട്ടവ പർപ്പിൾ പറഞ്ഞിട്ട് ഇത് ഒരു 3000 രൂപയാണ്. ഇപ്പൊ 2500 രൂപയ്ക്ക് ഫൈനൽ തരാണ്. നമ്മുടെ തോട്ടങ്ങൾ അനുസരിച്ച്
തൃത്താല ബ്രാഞ്ചിലാട്ടോ ഇത്. ഓക്കെ ഓക്കെ. ഇതിന്റെ 100 രൂപ മുതലുള്ള പ്ലാന്റുകൾ ഇവിടെ ലഭ്യമാണ്. 100 രൂപയുടെ മട്ടവുണ്ട്, 200 രൂപ ഉണ്ട്. ഇനി ഒരാൾക്ക് 500 രൂപ വാങ്ങിക്കാൻ പറ്റും. അതിനനുസരിച്ച് വലിപ്പം അനുസരിച്ചുണ്ട്. പിന്നെ സോഫ്റ്റ് സ്കിൻ വേണമെങ്കിൽ ഉണ്ട്. 1000 രൂപ മുതൽ സോഫ്റ്റ് സ്കിൻ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഏത് ടൈപ്പ് മട്ടവ വേണമെങ്കിലും നമ്മുടെ അടുത്ത് ഓവല്, നിപ്പിളോ എല്ലാ ടൈപ്പ് മട്ടവയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അതിന് ചെറിയ തൈകൾ മുതൽ വലിയ തൈകൾ വരെ ലഭ്യമായ എല്ലാ മട്ടവ എല്ലാ ടൈപ്പ് വലിപ്പത്തിലും നമ്മുടെ അടുത്ത് ലഭ്യമാണ്. ഓക്കെ. ഇത് റെഡ് നാൻസ് ആണ്. റെഡ് നാൻസ് പറഞ്ഞിട്ട് ഒരു നല്ലൊരു ഫ്രൂട്ടാണ്. ഇപ്പൊ 2000 രൂപയാണ് ഇതിന്റെ ഒരു വില. നല്ലൊരു വലിയൊരു പ്ലാന്റ് ആണ്. ഇതിന്റെ പകുതിയൊക്കെ ഫ്ലവർ ആയിട്ട് പൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഫ്ലവറായി റെഡ് നാൻസ് 2000 രൂപയാണ്. 2000 രൂപയാണ്. ഇത് ചെറിയ പ്ലാന്റ് വേണമെങ്കിൽ ഇവിടെ ലഭ്യമാണ്. ഇതും വിദേശ ഫ്രൂട്ടാണ്. വിദേശത്ത് നിന്ന് വന്നിട്ട് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ അടുത്ത് നെക്സ്റ്റ് പ്രചാരത്തിൽ വരാനുള്ള ഫ്രൂട്ട് പ്ലാന്റുകളാണ്, ഫ്രൂട്ട്സ് ആണ്. അപ്പം നമുക്ക് ആർക്കെങ്കിലും റയർ കളക്ഷൻ തരണമെങ്കിൽ അതിന് കുറച്ച് ചെറിയ വിലയുടെ വേണമെങ്കിലും ഉണ്ട്, വലിയ വിലയുടെ വേണമെങ്കിലും ഇവിടെ സ്റ്റോക്ക് ലഭ്യം. അതായത് കൂടുതലും മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെ അധികം ആൾക്കാർ കാണാത്ത ടൈപ്പ് പ്ലാന്റ്സുകൾ. വെറൈറ്റി ആണ്, നല്ല ഫ്രൂട്ടാണ്. ഏകദേശം ഒരു 2000 രൂപയാണ് വരുന്നത്. പേര് വരണത് റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇനിയിപ്പോ ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചെറിയ ടൈപ്പ് മാങ്ങ, ആൾസിസം മാംഗോ നമ്മൾ 100 രൂപയ്ക്ക് വെക്കുന്ന പ്ലാന്റുകളാണ്. 100 രൂപയ്ക്ക്. കഴിഞ്ഞ വർഷം പൂവിട്ടതാണ്. ഇനി അടുത്ത ഈ വർഷം പൂവിടും, നിറച്ച് കായ പിടിക്കുന്ന ടൈപ്പാണ്. എപ്പോഴും ഉണ്ടാവുന്ന 100 രൂപ. 100 രൂപ. ഓക്കെ. ഇനിയിപ്പോ ഇവിടെ പ്ലാവുകൾ ഒക്കെ ആണെങ്കിൽ ഇരിക്കുന്നുണ്ട് അല്ലെ? ഇതിപ്പോ പ്ലാവുകള്, മാവുകള്, സീഡ്ലെസ് ജാക്ക്. ഇത് സീഡ്ലെസ് ജാക്കാണ്. ഇത് നമ്മള് 500 രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റുകളാണ്. സീഡ്ലെസ് ജാക്ക് ഒരാൾ പൊക്കമുള്ള പ്ലാന്റ് 500 രൂപ. ഓക്കെ. ഇത് പിന്നെ മാവില് ഒരുപാട് നമ്മുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി മാവുകളുണ്ട്. ഇപ്പൊ സിന്ദൂര്, നാംഡോക്കുമായി, ഗോലാക്ക്, ഗെയിൻ ഡ്രീം, സൂപ്പർ ക്യൂന്, RT2, ആരോമ, റിനോ, അങ്ങനെ ഏത് ടൈപ്പ് മാവ് ചോദിച്ചാലും, ബനാന മാംഗോ, മിയാസാക്കി, ഏത് വേണമെങ്കിലും നമ്മുടെ അടുത്തുണ്ട്. അത് ചെറിയ മുതൽ വലിയ വലുപ്പത്തിൽ സ്റ്റോക്ക് ഉണ്ട്. നിറയെ ഇതാണ് മാവുകളാണ് ആ ഭാഗത്തൊക്കെ. റയർ വെറൈറ്റി ആണ്. ഇനിയിപ്പോൾ ഒരാൾ വന്ന് 100 മാവ് ചോദിച്ചാലും ഒരു ഐറ്റത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരു ഏകദേശം എത്രയൊക്കെയാണ് നമ്മൾ വലുത് ചെയ്യുന്നത്? നാംഡോക്ക് വലുത് നമ്മൾക്ക് ഏകദേശം നാംഡോക്കുമായി ഒക്കെ നമുക്ക് 1000 രൂപ റേഞ്ചിൽ ഒരുവിധം കുഴപ്പമില്ലാത്ത തൈകളുണ്ട്. പിന്നെ മിയാസാക്കി ഉണ്ട് 1000 രൂപയ്ക്ക്. പിന്നെ RT2 നമുക്ക് ഞാൻ വിചാരിക്കുകയാണ് പിന്നെ ചില മാവുകളൊക്കെ 1500 1300 ഒക്കെ ഉള്ള ഒരു 1000 രൂപയ്ക്ക് കൊടുത്തേക്കാം. അവിടെ കുറേ ബനാന നല്ല അടിപൊളി കേരള ബെഡൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ 1500 വിറ്റ് നമുക്ക് ഒരു 1000 റുപ്പീസിന് നമുക്ക് കൊടുക്കാവുന്നത് നമുക്ക് കാണിച്ചു തരാം. താഴെ സാധനം സ്റ്റോക്ക് ഉണ്ട്.